മാമാങ്കത്തിൽ ഇതേപോലെ പഠിച്ചിട്ടുള്ള ആളുകളാണ് വരുന്നത്. മരിക്കാൻ ഒരുങ്ങിയിട്ട് വരുന്ന ആളുകളാണ് ഇവിടെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഇതൊരു മാമാങ്കത്തിന് ഇവർ മരിക്കില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല. യുദ്ധം ചെയ്യുമ്പോൾ നല്ല പടയാളികളാണ് മാമാങ്കത്തിൽ വരുന്നവർ. നല്ല തിരഞ്ഞെടുത്ത ജനിച്ചന്ന് തന്നെ തൊട്ട് തിരഞ്ഞെടുക്കുകയാണ്. ആ യോദ്ധാക്കളെ ജനിച്ച അന്ന് തൊട്ട് അയാളുടെ പാരമ്പര്യം നോക്കി, അയാളുടെ ആരോഗ്യം നോക്കി രാജാവ് എടുക്കുകയാണ്. രാജാവ് എടുത്ത് എന്നെ പഠിപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും രാജാവ് നോക്കുകയാണ്. ആരോഗ്യം, ഭക്ഷണമൊക്കെ. ഒരു കാര്യം മാത്രം, സാമൂതിരിയുടെ പടയോടുള്ള ഒരു പോര്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലൊക്കെ അതങ്ങനെ കാണാമല്ലോ. അങ്ങനെ പഴയ ഒരു പോര് നമ്മളങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പക പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ മാമാങ്കത്തിൻ്റെ ദിവസം വരുമ്പോൾ ഇവരെ എത്തിക്കണം. ഇവരെ തടുക്കാൻ സാമൂതിരിയുടെ പണിയും പോകണം. വളരെ വിചിത്രമായൊരു കാര്യം, വിചിത്രമെന്നുള്ള അത്ഭുതം എന്ന് തന്നെ പറയാം. ഈ ഒരു മാമാങ്കത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിൽ കിണാശ്ശേരിയിൽ നിന്ന് വന്ന വെളിച്ചെണ്ണ ചോദന ഇത്ര, മറയൂരിൽ നിന്ന് വന്ന കായകളുടെ കണക്ക് ഇത്ര, ഈ വെളിച്ചെണ്ണയുടെയും കായയുടെയും മറ്റ് ചക്കയുടെയും ഒക്കെ കണക്കിൻ്റെ കൂട്ടത്തിൽ മാമാങ്കത്തിന് വന്ന് വെട്ടിമരിച്ച നായന്മാർ ഇത്ര എന്ന് മരിച്ചവരുടെയും കണക്ക് 13. പൊന്നാനിയിൽ നിന്ന് വന്ന ശങ്കുണ്ണിക്കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ മരിച്ച ഇത്ര ആളെന്നൊക്കെയാണ് പേര് കണ്ടത്. അപ്പോൾ ഈ കായക്കൊലയുടെയും വെളിച്ചെണ്ണയുടെയും ചെലവിൻ്റെ കൂട്ടത്തിൽ മാമാങ്കത്തിന് പോയ പണിക്കന്മാരുടെയോ കുറുപ്പന്മാരുടെയോ കണക്ക് കൂടി ചേർക്കണം.